റോ എക്കലോൺ ഫോം ആൻഡ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. ഞാൻ ആദ്യം പറയാൻ പോകുന്ന റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന്റെ ഡെഫിനിഷൻ ആണ്. A matrix capital A is said to be reduced row echelon form if capital A must have the following four properties. ഒരു മെട്രിക്സിനെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിൽ ഇരിക്കുന്ന മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ താഴെ പറയാൻ പോകുന്ന 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് എ റോ ഡസ് നോട്ട് കൺസിസ്റ്റ് entirely of zeros, if a row does not consist entirely of zeros, then the first non-zero number in the row is a 1. ഒരു റോയില് എല്ലാം സീറോ മാത്രം, അതായത് റോയിൽ സീറോ മാത്രമല്ല ഉള്ളതെങ്കിൽ, നോൺ സീറോ എലമെന്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് നമ്മൾ ലീഡിങ് 1 എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, if there are any rows that consist entirely of zeros, then they are grouped together at the bottom of the matrix. ഒരു മെട്രിക്സിൽ സീറോ റോസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ഏറ്റവും താഴത്തെ റോ, ഏറ്റവും അടിയിലുള്ള റോകളായിട്ട് വരണം ആ മെട്രിക്സിന്റെ. മൂന്നാമത്തെ കണ്ടീഷൻ, in any two successive rows that do not consist entirely of zeros, then they are grouped together at the നമ്മളിപ്പോ പറഞ്ഞു തരുന്നത് എന്താ, ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കണമെങ്കിൽ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് വിളിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് നമ്മൾ എന്താണ്, ഒരു റോയിൽ നോൺ സീറോ എൻട്രി ഉണ്ടെങ്കിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് എല്ലാ റോസും സീറോസ് ഉള്ള, എല്ലാ എലമെന്റ്സും എല്ലാ എൻട്രീസും സീറോസ് ഉള്ള റോ ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഏറ്റവും അടിയിൽ വരണം. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്, in any two successive rows that do not consist entirely of zeros, the leading one എന്ന് വെച്ചാൽ നോൺ സീറോ റോയുടെ നോൺ സീറോ റോ ഉണ്ടെങ്കിൽ അതിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി ആണ് ലീഡിംഗ് 1 എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കും the leading one in the lower row occurs farther to the right than the leading one in the higher row. അതായത് മുകളിലത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഈ 1 ആണെങ്കിൽ താഴത്തെ റോയിൽ, അതായത് താഴെ വരുന്ന റോകളിൽ ഈ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഇതിന്റെ വലതുഭാഗത്ത് ഇങ്ങനെ വരുള്ളൂ. ഇതുവരെയുള്ളതെല്ലാം സീറോ ആയിരിക്കും. ഒരുപക്ഷെ വേണമെങ്കിൽ ഇവിടെയും വരാം. അപ്പൊ അടുത്ത് താഴെ ഉണ്ടെങ്കിൽ 0 0 0 0 0 0 ഇവിടെ വരാം. അതാ ഉദ്ദേശിക്കുന്നത്. In any two successive rows that do not consist entirely of zeros, ഉണ്ടല്ലേ, ഇതൊന്നും എല്ലാം സീറോസ് മാത്രമല്ലല്ലോ. The leading one in the lower row occurs farther to the right than the leading one in the higher row. മുകളിലത്തെ റോയിലുള്ള ലീഡിംഗ് 1ന്റെ വലതുഭാഗത്ത് താഴത്തെ റോയിലെ ലീഡിംഗ് 1 വരും എന്നാണ് മൂന്നാമത്തെ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നാലാമത്തെ കണ്ടീഷൻ, each column that contains
each column that contains a leading one, each column that contains a leading one has zeros everywhere else in that column. ഒരു കോളത്തിലെ ലീഡിംഗ് ഇത് കോളത്തിന് തൊട്ട് മുന്നേ പറഞ്ഞ റോയുടെ കാര്യമാണ്, ഈ പറയുന്നത് കോളത്തിന്റെ കാര്യം. കോളത്തിലെ ലീഡിംഗ് 1 ഉണ്ടെങ്കിൽ ആ കോളത്തിൽ ബാക്കിയുള്ള എലമെന്റുകളെല്ലാം എന്തായിരിക്കും? 0 ആവും. കണ്ടില്ലേ? ലീഡിംഗ് എൻട്രി 1, ബാക്കി ഈ കോളത്തിലെ ബാക്കി എലമെന്റുകളെല്ലാം 0 ആവും. ഇത് ഈ ഒരു കണ്ടീഷൻ എക്സ്ട്രാ വരുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ്. റോ എക്കലോൺ ഫോമിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഈ നാലാമത്തെ കണ്ടീഷൻ ഇല്ല, ആദ്യത്തെ 3 കണ്ടീഷനേ ഉള്ളൂ. അതാണ് ആദ്യത്തെ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്നും, ആദ്യത്തെ 3 കണ്ടീഷൻ മാത്രമേ ഉള്ളൂങ്കിൽ അതിനെ റോ എക്കലോൺ ഫോം എന്ന് വിളിക്കും. റോ എക്കലോൺ ഫോം എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന്റെ ഡെഫിനേഷൻ ആണ്. റോ എക്കലോൺ ഫോം എന്ന് വെച്ചാൽ എ മെട്രിക്സ് that has the first 3 properties, is said to be in row echelon form. എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ആദ്യത്തെ 3 കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. 0 റോസ് മാത്രം ഉണ്ടെങ്കിൽ അത് ഏറ്റവും അടിയിൽ വരണം. പിന്നെ ഈ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, മൂന്നാമത്തെ കണ്ടീഷൻ അല്ലേ? any two successive rows that do not consist entirely of zeros, the leading one in the lower row occurs farther to the right than the leading one in the higher row. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ റോ എക്കലോൺ ഫോമിന്റെ ഡെഫിനേഷൻ ഇവിടെ കിട്ടിയല്ലോ, ആദ്യത്തെ 3 കണ്ടീഷൻ മാത്രം മതി. അപ്പോൾ ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത് എപ്പോഴും റോ എക്കലോൺ ഫോം ആയിരിക്കും. പക്ഷെ റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആവണമെന്നില്ല, അല്ലേ? അല്ലേ? അത് വേണമെങ്കിൽ നോട്ടായിട്ട് കൂടി അത് പറയാം. A matrix in reduced row echelon form, is of necessity in row echelon form, but not conversely. റോ എക്കലോൺ ഫോമുള്ള ആൾക്കാരൊക്കെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആവും. പക്ഷെ റെഡ്യൂസ്ഡ് റോ അല്ലെ റോ എക്കലോൺ ഫോമുകളെല്ലാം റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആവും. പക്ഷെ റെഡ്യൂസ്ഡ് റോ തെറ്റിപ്പോയി. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല, അങ്ങനെ പറഞ്ഞു. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമുകളെല്ലാം a matrix is reduced row echelon form, it is row echelon form, but തിരിച്ചല്ല, അല്ലെ? റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ളതൊക്കെ റോ എക്കലോൺ ഫോം ആയിരിക്കും. റോ എക്കലോൺ ഫോമിലുള്ളതെല്ലാം റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാവൂല, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാവൂല. കാരണം എന്താ? ആ നാലാമത്തെ കണ്ടീഷൻ കൂടി വന്നാലേ എന്താവുള്ളൂ? റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എ 1 0 0 4 0 1 0 7
0 0 1 മൈനസ് 1. ഇതേതാണ്? റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആണ്. എന്തുകൊണ്ട്? ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്, രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്, മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ് അല്ലേ? ഈ കോളത്തിലൊക്കെ ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആണ്. ഇവിടുത്തെ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആണ്. ഇവിടുത്തെ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആണ്. അതുപോലെ മറ്റൊരു മെട്രിക്സ് ബി പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1. ഇതും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിൾ ആണ്. അഡിറ്റീവ് മെട്രിക്സ് ആയാലും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ 0 1 -2 0 1 0 0 0 1 3 0 0 0 0 0 0 0 0 0 അല്ലേ? എല്ലാ ഒരു റോയിലെ എല്ലാ എൻട്രീസും 0 ആണ്. ഏറ്റവും അടിയിൽ വരുമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ കണ്ടില്ലേ? ഈ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഈ 1ന്റെ വലതു ഭാഗത്താണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പൊ താഴെ വലതു ഭാഗത്ത് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ റോയിലും നാലാമത്തെ റോയിലും നോൺ സീറോ എൻട്രിയേ ഇല്ല. മാത്രമല്ല ഈ കോളത്തിലെ ഈ കോളത്തിൽ ഒരേ ഒരു നോൺ സീറോ എൻട്രി ഉള്ളത് 1 മാത്രമാണ്. ഈ കോളത്തിന് ഒരേ ഒരു നോൺ സീറോ എൻട്രി മാത്രമേ ഉള്ളൂ, അത് 1 ആണ്. അപ്പൊ ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് മൂന്നും റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിൾ ആണ് അല്ലേ? എ ബി സി ആർ ഇൻ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിൾ ആണ്. ഇപ്പോ അടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് d is equal to 1 4 -3 7 0 1 6 2 0 0 1 5. ഈ മെട്രിക്സിന്റെ നോക്കിയേ. ഈ മെട്രിക്സിന്റെ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. അത് ഈ 1ന്റെ വലതു ഭാഗത്ത് താഴെയൊക്കെ വന്നിരിക്കുന്നു. മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. അത് ഈ 1ന്റെ വലതു ഭാഗത്ത് താഴെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഇനി സീറോ റോസ് ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ മാത്രം അടിയിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഒക്കെ സീറോ റോസ് ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല. പക്ഷെ നാലാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താ? നാലാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഈ കോളത്തിൽ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആവണം. ഈ കോളത്തിലും 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആവണം. ഈ കോളത്തിലും ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആവണം. കണ്ടോ? ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആണ്. ഓക്കെ, പക്ഷെ ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 അല്ലല്ലോ. ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 അല്ലല്ലോ. അപ്പൊ ഇതെന്തല്ല? റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല, പക്ഷെ എന്താണ്? റോ എക്കലോൺ ഫോം ആണ് അല്ലേ? ഇത് റോ എക്കലോൺ ഫോമിന് എക്സാമ്പിൾ ആണ്. പക്ഷെ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയാൻ പറ്റത്തില്ല. റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ ഓരോ റോയിലുമുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി ആയിട്ടുള്ള 1 വരുന്ന കോളത്തിൽ ബാക്കിയുള്ള എൻട്രീസ് എല്ലാം 0 വരണമായിരുന്നു. അതുകൊണ്ട് ഇത് എന്താണ്? റോ എക്കലോൺ ഫോം ആണ്, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല. ഇപ്പൊ വേറെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ 1 0 0 0 1 0 0 0 0 ഇവിടെയും കൂടി 1 കൊടുക്കാം. 0 1 1 0 0 1 0 0 0 0. ഇതെന്താണ്? എല്ലാ റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. രണ്ടാമത്തെ റോയില് ആദ്യത്തെ നോൺ സീറോ എൻട്രി പറഞ്ഞ ഒന്നാമത്തെ റോയിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രിയുടെ വലതു ഭാഗത്ത് താഴെയായിട്ടാണ്. സീറോ റോസ് ഉണ്ടെങ്കിൽ അടിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നാലാമത്തെ കണ്ടീഷൻ ശരിയാവുന്നില്ല. ഈ റോയിലെ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ആയ 1 വരുന്ന കോളത്തിലെ 1 ഉൾപ്പെടുന്ന രണ്ടാമത്തെ കോളത്തിലെ ഈ 1 ഒഴികെ ബാക്കിയെല്ലാം 0 ആവണം. ഇത് 0 അല്ല. അതുകൊണ്ട് ഈ മെട്രിക്സ് ക്യാപിറ്റൽ ഇ എന്ന മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല, റോ എക്കലോൺ ഫോം മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് 0 1 2 6 0 0 0 1 -1 0 0 0 0
0 1. ഇവിടെയും പ്രശ്നം എന്താ? ഓരോ റോയിലുമുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. ഓരോ റോയിലുമുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 ആണ്. ഇനി ഓരോ റോയിലുമുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി 1 വരുന്നത് മുകളിലത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രിയുടെ വലത് ഭാഗത്തെ താഴെയായിട്ടാണ്. അപ്പൊ അതും ഓക്കെയാണ്. സീറോ റോസ് ഉണ്ടെങ്കിൽ അടിയിൽ വന്നാൽ മതി. സീറോ റോസ് ഇവിടെ ഇല്ല. അപ്പൊ ആദ്യത്തെ 3 കണ്ടീഷനും ഓക്കെ ആയി. പക്ഷെ നാലാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഈ 1 വന്നാൽ ഈ 1 ഒഴികെ ബാക്കിയെല്ലാ എലമെന്റ്സും 0 ആണ്. ഇവിടെ ഓക്കെയാണ്. രണ്ടാമത്തെ റോയിൽ ഈ 1ന്റെ ഈ കോളത്തിലുള്ള ബാക്കിയുള്ള എലമെന്റ് 0 അല്ലല്ലോ. ഈ 2 0 അല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഓക്കെയാണ്. അപ്പൊ ഈ 2 കൂടി 0 ആണെങ്കിൽ എന്താവും? ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാവും. ഈ 2 0 അല്ലാത്തത് കൊണ്ട് എന്തല്ല, ഇത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം അല്ല. എന്ത് മാത്രമാണ്? റോ എക്കലോൺ ഫോം മാത്രമാണ്. അപ്പോൾ ഈ മെട്രിക്സുകളെല്ലാം ഏതൊക്കെ? ഡി ഇ എഫ്. ഡി ഇ എഫ് ഒക്കെ എന്താണ്? ആർ ഇൻ റോ എക്കലോൺ ഫോം. ആർ ഇൻ റോ എക്കലോൺ ഫോം. റോ എക്കലോൺ ഫോം ആണ്. പക്ഷെ എന്തല്ല? ബട്ട് നോട്ട് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം.